ദാരികന്റെ ശിരസറുത്ത ഘോരരൂപിണി അംബികെ നന്ദഗോവിന്ദം ഭജൻസ് പാടി വൈറലാക്കിയ ഗാനം. അവർ തന്നെ പരിചയപ്പെടുത്തുന്നതുവരെ ഈ ഗാനം എഴുതിയ ആളെ ആരും അറിഞ്ഞിരുന്നില്ല. അത് ബാബു നാരായണൻ ആയിരുന്നു. ശൂരനാട്ടുകാരനായ പെയിന്റിംഗ് തൊഴിലാളി. ചില മനുഷ്യരുണ്ട്, കാലം അവരെ പരീക്ഷിക്കുന്നത് അതികഠിനമായിട്ടായിരിക്കും. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണിത്. ബാബു നാരായണൻ. ഒരുപക്ഷെ ഈ പേര് നിങ്ങൾ കേട്ടു തുടങ്ങിയത് ഇപ്പോഴാകാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ വരികൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കൈപ്പറിയാത്ത ഒരു ദിവസം പോലും ബാബു നാരായണന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പെയിന്റ് പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണമായിരുന്നു ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ. ഇടക്കയുടെ താളവും സോപാന സംഗീതത്തിന്റെ ഭക്തിയും ഉള്ളിലുണ്ടായിട്ടും ഉടുക്കാൻ ഒരു നല്ല മുണ്ടില്ലാത്തതിനാൽ പ്രോഗ്രാമുകളിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്ന ഒരു കലാകാരന്റെ നിസ്സഹായ അവസ്ഥ ആർക്കെങ്കിലും ഊഹിക്കാനാകുമോ? ശൂരനാട് എന്ന പേര് തന്റെ പേരിനൊപ്പം ചേർക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് നിനക്കെന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിച്ച് ആട്ടി അകറ്റപ്പെട്ട ഒരിടമുണ്ട്. അന്ന് മുറിവേറ്റ ഹൃദയവുമായി മടങ്ങിയ ബാബു നാരായണന് കാലമൊരുക്കിയ മറുപടി വിസ്മയിപ്പിക്കുന്നതായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം തൊട്ടടുത്ത സ്ഥലമായ ചുനക്കര മഹാദേവ ക്ഷേത്രമുറ്റത്ത് നന്ദഗോവിന്ദം ഭജൻസ് പാടിക്കയറുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സാധാരണക്കാരനായി ബാബു നാരായണൻ ഇരിപ്പുണ്ടായിരുന്നു. താൻ 20 വർഷം മുൻപെഴുതിയ വരികൾ 10,000 ഏറ്റുപാടുമ്പോൾ ആ കണ്ണുകൾ നിറയാറുണ്ടായിരുന്നു. പെട്ടെന്നാണ് വേദിയിൽ നിന്ന് ആ അനൗൺസ്മെന്റ് മുഴങ്ങിയത്. ഈ ഗാനത്തിന്റെ സൃഷ്ടാവ് ഇവിടെയുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരിക. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് ആ വേദിയിലേക്ക് എത്തിച്ചു. മൈക്ക് കയ്യിലെടുത്ത് ബാബു നാരായണൻ പാടിത്തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ കണ്ടത് വെറും ഒരു പാട്ടുകാരനെയല്ല, മറിച്ച് കഷ്ടപ്പാടുകളെ തോൽപ്പിച്ച ഒരു വലിയ കലാകാരനെയായിരുന്നു. കണ്ടുനിന്നവരുടെ ദേഹത്ത് രോമാഞ്ചം വിടർന്ന നിമിഷം. 1500-ലധികം പാട്ടുകൾ രചിച്ചിട്ടും ഇന്നും ഒരു വാടക വീട്ടിൽ പരിമിതികൾക്കിടയിൽ കഴിയുന്ന ഈ മനുഷ്യന്റെ സ്വപ്നങ്ങൾ ലളിതമാണ്. സിനിമയുടെ വലിയ ക്യാൻവാസിലേക്ക് തന്റെ വരികളെത്തണം. തന്റെ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു മേൽക്കൂര നൽകണം. അംഗീകാരങ്ങൾ വൈകിയ വേളയിൽ ഈ പ്രതിഭയെ നമുക്ക് ചേർത്ത് പിടിക്കാം. ബാബു നാരായണൻ എന്ന ഈ വലിയ കലാകാരന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. എത്ര തോൽപ്പിച്ചാലും കലയും സത്യവും ഒരിക്കൽ ജയിച്ചു കയറുക തന്നെ ചെയ്യും. മലയാളികളുടെ ഹൃദയത്തിൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഭക്തിയും സംഗീതവും ചേർന്നൊരു പുതിയ അനുഭവമായി ഒഴുകിയെത്തുകയായിരുന്നു നന്ദഗോവിന്ദം ഭജൻസും അവരുടെ ഭജനകളും. 25 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്തെ നട്ടാശ്ശേരിയിൽ രാജേന്ദ്ര പണിക്കർ ആരംഭിച്ച ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ശ്രീദുർഗ ഭജന സമിതി. പിന്നീട് അതാണ് നന്ദഗോവിന്ദം ഭജൻസായി പരിണമിച്ചത്. സിനിമാ ഗാനങ്ങൾ ഭജന ശൈലിയിലേക്ക് മാറ്റാനുള്ള പരീക്ഷണമാണ് ഇവരുടെ ഭജനയെ വ്യത്യസ്തമാക്കിയ ഒരു ഘടകം. മനോഹരി, രാധേ രാധേ പോലുള്ള സിനിമാ ഗാനങ്ങളും ഭജന ഫ്യൂഷൻ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അത് മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു.